എല്ലാവർക്കും നമസ്കാരം. സജ്ന ഫിറോസ് വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചീഞ്ഞളിഞ്ഞ കേസാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം ഈ തൊപ്പി ഷമീർ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തൊപ്പിയും ഷമീറുമായിട്ട് അല്ലെങ്കിൽ ആ ഗ്യാങ്ങുമായിട്ട് അടിച്ചു പിരിഞ്ഞ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അവസാനം അത് ഓപ്പറേഷൻ തൂഫാൻ വരെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഏകദേശം ആ ലെവലിലേക്കാണ് ഇപ്പോൾ സജ്ന ഫിറോസ് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടീനെ ഫിറോസ് മോശമായിട്ട് അപ്രോച്ച് ചെയ്തെന്നും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് സജിന തന്നെ പറയും, ആ വ്യക്തി ലഹരി ഉപയോഗിച്ചുവെന്നും ഒക്കെ പറഞ്ഞ് കറക്റ്റ് തൊപ്പി ഷമീർ വിഷയം പോലെ തന്നെ ഇതും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഷയമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. നമുക്ക് സജിനയുടെ വീഡിയോ എടുത്ത് തുടങ്ങാം. കഴിഞ്ഞ ദിവസം മറുനാടിൽ വന്നൊരു പോഡ്കാസ്റ്റാണ്. ശരിക്കും മറുനാടൻ എന്ന് പറയുന്ന ചാനൽ എന്തിനാണ് ഇവരെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നടത്തിയെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്, കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വലിച്ചു കീറി നാണം കെട്ട് ജനങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്നത് ഈ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ സജ്ന ആയിക്കോട്ടെ, ഫിറോസ് ആയിക്കോട്ടെ, സംസാരിച്ച് തീർത്ത വിഷയമായിരിക്കാം, അതിനെ പിന്നെയും വലിച്ചഴിച്ച് പബ്ലിക്കിൽ കൊണ്ടിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ നാറാൻ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനകത്ത് ഒരുപാട് അലിഗേഷൻസ് സജ്ന പറയുന്നുണ്ട്. 1.5 മണിക്കൂർ പോയൊരു പോഡ്കാസ്റ്റാണ്, അത് മുഴുവൻ കുത്തിയിരുന്ന് കണ്ടു. പക്ഷേ ആദ്യത്തെ ഒരു 10-20-25 മിനിറ്റും കാണാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഇപ്പോൾ ഫിറോസിനെതിരെയുള്ള അലിഗേഷൻ സജ്ന പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സജ്ന ഈ പോഡ്കാസ്റ്റിനകത്തും പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പോഡ്കാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഫിറോസ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. നമുക്ക് അത് ചിലപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും, കാരണം ഇതിനകത്ത് എല്ലാം കൂടി നിൽക്കത്തില്ല, അത്രയും ഡ്യൂറേഷൻ പോവും. അതുകൊണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖണ്ഡിക്കുന്ന ലെവലിലാണ് ഫിറോസ് വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ആരാണ് ചെറിയ കള്ളൻ, ആരാണ് വലിയ കള്ളൻ, അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫാമിലി മാറ്ററാണ്. പക്ഷേ ഫാമിലി മാറ്റർ പബ്ലിക്കിൽ കൊണ്ടിട്ട് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ലഹരിയും പെൺവിഷയവും ഒക്കെ വരുമ്പോഴേക്കും പബ്ലിക് സംസാരിക്കും. സീരിയസ് ആയ കുറേ അലിഗേഷൻസ് ഉണ്ട്, പല വ്യക്തികളെയും വലിച്ചിട്ടിട്ടുണ്ട്. സോ നമുക്ക് സജ്ന പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പൂക്കിമോൻ സജ്നയുടെ ആരാണെന്ന് പോലും സജ്നയ്ക്ക് അറിയത്തില്ല, എന്തുതരം റിലേഷനാണെന്ന് സജ്നയ്ക്ക് അറിയത്തില്ല, എൻ്റെ അച്ഛനാണോ, സഹോദരനാണോ, സുഹൃത്താണോ, കാമുകനാണോ എന്നൊന്നും സജ്നയ്ക്ക് അറിയില്ല. പക്ഷേ അയാളിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇത് മാത്രമേ സജ്നയ്ക്ക് അറിയുള്ളൂ. ബാക്കി എന്തുതരം റിലേഷനാണെന്ന് സജ്നയ്ക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ സജ്ന പറഞ്ഞ വേറൊരു കാര്യം, അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയ്ക്കകത്ത്. വേറൊരു കാര്യം, നമ്മൾ ഫിറോസിൻ്റെ വീഡിയോയ്ക്കകത്തൊരു ഒരു കട്ട് കണ്ടായിരുന്നു. അതായത് സജ്ന ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്, ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിനി ഫിറോസിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. സജ്ന എന്ന് പറയുന്നു, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ പറയുന്നു, ഞാനത് ചെയ്തത് ഫിറോസിനെ പറ്റിക്കാൻ വേണ്ടി, ഫിറോസിനെ മെൻ്റലി ഡൗൺ ആക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. ഏത് ഭാര്യയാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ഭർത്താവിൻ്റെ തോന്നിയവാസങ്ങൾ കണ്ട് സഹിക്കാൻ വയ്യാതൊരു ഭാര്യ ചെയ്ത ഒരു കാര്യമായിട്ടാണ് സജ്ന ഈ കാര്യം പറയുന്നത്. അതായത് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവന് ഒരു എഗ്രിമെൻറ്റ് എഴുതി കൊടുക്കുന്നു, എന്നിട്ട് വന്നിരുന്ന് പറയുന്നു അത് ഞാൻ ഫിറോസിനെ, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാർ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു സ്ക്രിപ്റ്റഡ് ലൈഫാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അറിയില്ല. ഒരു സമയത്ത് ഇവർ പറയാറുണ്ടായിരുന്നു, മക്കളുടെ മുമ്പിൽ ഞങ്ങൾ അഭിനയിച്ചാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നുള്ളത് മക്കൾക്കറിയില്ല, അച്ഛൻ ജോലിക്ക് പോയെന്നാണ് മക്കളോട് പറഞ്ഞേക്കുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ലൈഫാണ്. നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്നേ എഴുതി വെച്ചേക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് എന്തായാലും സജ്നയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ ഈ വർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പോലും, കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയണ കുഞ്ഞിന്, അവൻ്റെ കുഞ്ഞിന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ഈ എൻ്റെയും അടുത്ത റസൂലിക്കാൻ്റെ ഒരു കാര്യം, പുള്ളിക്കാരൻ്റെ ഒരു കാര്യം, ഒരു വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് ഇടാൻ കാരണം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് വോയിസ് റെക്കോർഡാണ് പുള്ളി ഇടുന്നത്. ഈ പുള്ളിക്കാരനും ഞാനുമായിട്ട് 6 വർഷമായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഡിവോഴ്സ് ചോദിച്ചാൽ തരത്തില്ല ഇവന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇവനിങ്ങനെ ഇടും, പിന്നെ തരാമെന്ന് പറയും, പിന്നെ ആ സമയത്ത് ഘട്ടം വരുമ്പോഴത്തേക്ക് ഇവനെ ഒഴിഞ്ഞു മാറും. ഇവന് എനിക്ക് അറിഞ്ഞൂടാ, ഇവൻ സൈക്കോ ആണ് ചേട്ടാ. ഇതിനകത്ത് രണ്ടാമത് പറഞ്ഞൊരു കാര്യം, പൂക്കിമോനുമായിട്ടുള്ള പേഴ്സണൽ വോയിസ് റെക്കോർഡ്, തികച്ചും പേഴ്സണലായിട്ടുള്ള വോയിസ് റെക്കോർഡ്. ഞാൻ ചോദിച്ചോട്ടെ, തികച്ചും പേഴ്സണലായിട്ടുള്ള വോയിസ് റെക്കോർഡ് ആരാ റെക്കോർഡ് ചെയ്തത്? ആ വോയിസ് റെക്കോർഡ് കേട്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ആ വോയിസ് എന്ന് പറയുന്നത് ഒരു തരം ഭീഷണിയായിരുന്നു. അതിനകത്ത് വൾഗറായിട്ട് സംസാരിക്കുന്നുണ്ടോ, അതൊക്കെ ഉണ്ട്. ഇതാരാണ് റെക്കോർഡ് ചെയ്തത്? എന്തായാലും പൂക്കിമോൻ റെക്കോർഡ് ചെയ്യില്ല, അപ്പോൾ സജ്നയാണ് റെക്കോർഡ് ചെയ്തത്. മുൻപ് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സജ്നയുടെ ഒരു ക്യാരക്ടർ, ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായൊരു കാര്യം, സജ്നയോട് എന്തെങ്കിലും ആരെങ്കിലും ഉടക്കിക്കഴിഞ്ഞാൽ അയാളെ എക്സ്പോസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സജ്ന എക്സ്പോസ് ചെയ്യും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ ഫിറോസ് നല്ല പിള്ളയല്ല, ഫിറോസ് നല്ലവനാണെന്ന് ഞാൻ വാദിക്കില്ല, ഞാൻ പറയില്ല. അയാളുടെ ഭാഗത്ത് ഇഷ്ടം പോലെ
തെറ്റുകളുണ്ട്. അത് സജിനയുടെ കയ്യിൽ തെളിവുകളുണ്ടാവാം. സജിന ഇതുവരെ ആ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. ഒരു സാധനം പുറത്തുവിട്ടു, പക്ഷെ ആ സാധനവും ഫാബ്രിക്കേറ്റഡ് ആണ്, ഫേക്കാണ്. അത് അങ്ങനെയല്ല കാര്യമെന്നാണ് ഫിറോസ് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് തികച്ചും പേഴ്സണലായ കാര്യം. തികച്ചും പേഴ്സണൽ ആണെങ്കിൽ എന്തിനാ കോൾ റെക്കോർഡ് ചെയ്തു? നിങ്ങൾ ഇഷ്ടത്തിലിരിക്കുന്ന വ്യക്തികളാണ് പൂക്കിമോനും സജിനയും. ഞാൻ പൂക്കിമോൻ എന്ന് പറയുന്ന ആരും നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ആളുടെ പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ വല്ല വിഷയങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ പൂക്കിമോൻ എന്ന് പറയുന്നത്. ഈ പൂക്കിമോനും സജിനയും തമ്മിലുള്ള തികച്ചും പേഴ്സണൽ കാര്യം നിങ്ങൾ അത്രയും റിലേഷനിലായിരിക്കുന്ന സമയത്താണ്, അതായത് എൻ്റെ ദൈവമാണോ, എൻ്റെ അച്ഛനാണോ, കാമുകനാണോ, ഫ്രണ്ടാണോ, ആരാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് നിങ്ങളുടെ ബന്ധം നിൽക്കുന്നതെന്ന് സജിന തന്നെ പറയുന്നുണ്ട്, ഈ പോഡ്കാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ എന്തിനാണ് അങ്ങനെ കോൾ റെക്കോർഡ് ചെയ്തത്? ഇനി റെക്കോർഡ് ചെയ്തിരിക്കട്ടെ, എന്തിനാണ് ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തത്? അപ്പോൾ സജിന പറയുന്ന ലെവലിൽ സജിന ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങൾ, മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റുകൾ. അതെങ്ങനെ ശരിയാവുക? ഒരു ഇഷ്ടത്തിലിരിക്കുന്ന ആളുമായിട്ടുള്ള സംസാരം, അതും വളരെ വൾഗറായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടതിനകത്ത് ആ സാധനം റെക്കോർഡ് ചെയ്ത് അത് സുഹൃത്തിന് അയച്ചു കൊടുക്കുക. എത്ര അടുത്ത സുഹൃത്തും ആയിക്കോട്ടെ. അത് അയച്ചു കൊടുക്കാൻ പറയുന്ന കാരണം എന്താണ്? ന്യായീകരണം എന്താണ്? ഈ ആൾ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു എന്ന് പറഞ്ഞു. സുഹൃത്തിനോട് ഒരു രീതി സംസാരിക്കുന്നു, എന്നോട് വേറെ രീതി സംസാരിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടിയാണ് അയച്ചു കൊടുത്തതെന്ന്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്ക് അപ്പോൾ പറ്റിയൊരു അബദ്ധമാണെന്ന് പറയുന്നു. അത് അബദ്ധമല്ല, അത് ആ വ്യക്തിയോടുള്ള വിശ്വാസവഞ്ചനയാണ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് നിങ്ങൾ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്തോളൂ. ബാക്കിയേക്കാം. ദിയാസനയ്ക്ക് നമ്മൾ ഈ എൻ്റെ വോയിസ് റെക്കോർഡ്, ഇപ്പം എനിക്ക് ചേട്ടൻ ഒരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടായിരിക്കും. ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിൻ്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനെ ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകുന്നതെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്ന് 4-5 പേരുണ്ടായിരുന്നു ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറഞ്ഞിട്ട് അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ ദിയാസനെ മാത്രമല്ല കേട്ടോ പറയുന്നത്. ദിയാസനയും 4-5 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ദിയയുടെ കൂടെ നടക്കുന്ന ഒരാൾ, ബാക്കി 4 പേര് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അവരുടെ പേര് ഇവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ദിയ മാത്രമാണോ ഈ ആരോപണത്തിലുള്ളത്, അതോ അവരുമുണ്ടോ എന്നുള്ളത് വ്യക്തതയില്ല. ഇവർ പറയുന്ന കാര്യം ഉപയോഗിച്ചത് ആ വ്യക്തികളും ഉപയോഗിച്ചോ എന്നത് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരും പുറത്തു വരണ്ടേ? എന്തുകൊണ്ട് ആ പേരുകൾ പറയുന്നില്ല? അപ്പോൾ ഇവരെ ഉപദ്രവിച്ചത്, ഇപ്പം ഈ പറയുന്ന പൂക്കിമോനും ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ കോൾ റെക്കോർഡ് ഫിറോസിന് അയച്ചു കൊടുത്തത് ദിയ ആയതുകൊണ്ടാണ് ദിയയുടെ പേര് മാത്രം പറഞ്ഞത്. ആ 4 പേരിൽ ആരെങ്കിലും ഒരാൾ ഇവർക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഇവർ പുറത്ത് പറയുമായിരുന്നു. ഇവിടെ തെറ്റ് ചെയ്തത് ആ 4 പേരുൾപ്പെടെയാണ് എങ്കിൽ ആ 4 പേരുടെ പേരും പറയണ്ടേ? അവരോട് ഇൻവോൾവ് അല്ലേ? അപ്പോൾ അവരുടെ പേരും പുറത്ത് വരേണ്ടതാണ്. പറഞ്ഞിട്ടില്ല. ആ 4 പേര് ആരൊക്കെയാണ്? ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ സി റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MD ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. അപ്പം റീസെന്റ് നടന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക്. ഈ സാധനത്തിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന ഒരു കോൾ റെക്കോർഡാണ് ഫിറോസിൻ്റെ വീഡിയോയിൽ വെച്ചേക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. കാരണം അതാ കോൾ റെക്കോർഡ് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. അതാണ് ഞാനത് ഇവിടെ ഉൾപ്പെടുത്താത്തത്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇല്ല. ആ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. ഇല്ല, ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ പോകും. കാരണം ഹോട്ടൽ റൂമിന്, കാരണം എനിക്ക് ഒരു പൈസ തരുന്നുണ്ട് ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്ക് ഇതിന് വേണ്ടി എടുത്തിടും. അങ്ങനെ അവരതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതെ, ഇപ്പം പിന്നെ അത് ആരും പറഞ്ഞിട്ടില്ല, ഒരാൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിലൊരു സാധനം ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ നോ പറയാനുള്ള ആർജവം കാണിക്കണമായിരുന്നു. ചെയ്തില്ല. അതല്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത് ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വന്നപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും, നിങ്ങൾ തന്നെ പറ, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്നുള്ളത്. ഇനി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ ശരിക്കും അപ്പോൾ ഇവരൊക്കെ കൂട്ടി നിൽക്കുകയല്ലേ? ഇത്തരം ലഹരി വിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഇവരൊക്കെ കൂട്ടി നിൽക്കുകയല്ലേ? ഇത്രയും നാളായിട്ടും അത് പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലുതാണ് അത് മറച്ചു വെക്കുന്നത്, അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവരിത് പബ്ലിക്കായിട്ട് പറയാൻ കാരണം എന്താണ്? ദിയ ആ ഓഡിയോ റെക്കോർഡ് അയച്ചു കൊടുത്തുകൊണ്ട്. ശരിക്കും ഇത് തെളിയിക്കേണ്ട കാര്യമാണ്. അത്രയും വലിയൊരു അലിഗേഷനാണ്. ദിയയ്ക്ക് ഈ പറഞ്ഞ
ബിസിനസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നുകിൽ ദിയ തെളിയിക്കണം, അല്ലെങ്കിൽ സജന തെളിയിക്കണം. സജന വാക്കാൽ പറയുന്ന കാര്യമാണ്. സജനയുടെ പ്രൂഫ് ഒന്നും സജന വെച്ചിട്ടില്ല. അപ്പോൾ ഇത് അവർ തെളിയിക്കേണ്ട വിഷയമാണ്. തെളിയിക്കേണ്ടത് മാത്രമല്ല, പരിശോധിച്ച് വർഷങ്ങളായ കാര്യമല്ല, ഒരു 3-4 മാസങ്ങൾക്കകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ തെളിയിക്കാൻ ഈസിയുമാണ്. കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ ടീം ഉറപ്പായിട്ട് അന്വേഷിക്കേണ്ട വിഷയമാണ്. അത് അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വമ്പൻ ആൾക്കാർ ഇത് വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ചെറിയ മീനുകളെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിടിക്കേണ്ടത് വലിയ ആൾക്കാരെയാണ്. അവരെ പിടിക്കാൻ മടിക്കും തോറും ഇതിന്റെ സർക്കുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. ബാക്കി അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിന്റെ പേര് പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ എടുത്തെന്ന് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയാ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല, ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്, പ്ലീസ് ദിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ടാവത്തില്ലേ. അല്ല, അതിനുശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക, ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും. ഏറ്റവും വലിയ അലിഗേഷനാണ് ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്ന് ദിയ പറഞ്ഞു എന്ന്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ദിയയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലഹരി വിൽപ്പനയാണ് എന്നാണ് സജന പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? എത്ര വലിയ അലിഗേഷനാണെന്ന് ഓർക്കണം. ഇത് തെളിയിക്കേണ്ടത് തന്നെയാണ്. ഇത് സജന അതിൻ്റെ പ്രൂഫ് കൊണ്ടുവരണം, ദിയ അത് ചോദ്യം ചെയ്യാൻ വേണം. ദിയ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ സജന പറയുന്നത് ഏതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഫിറോസ് പറയുന്നത് ഏതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇപ്പോൾ ജനങ്ങളുടെ അവസ്ഥ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇവരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണോ ഈ ഫീൽഡിൽ നടക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. വേറൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും വലിയൊരു അലിഗേഷനാണ്. അതിലേക്കൊക്കെ വരാം, ബാക്കി പറ. ഇത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ദിയ റേസ് ഞാൻ ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത് എനിക്ക് വേറെ എന്തോ ഒക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാതിയാന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേ നീ എന്തോ നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ, അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് അതിന് മുന്നേ അയച്ചു കൊടുത്തതാണ്. പഴയതാണ്, ഇപ്പോഴത്തെ റീസൺ അല്ല, 1 വർഷമൊന്നും ആയിട്ടില്ല. ഈ അതായത് ഈ ഒരു എന്തായാലും ഒരു കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. ആ ടൈമിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കൊന്ന് 2 മാസം പോലും ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റോളം സജന പഴയ വീഡിയോയിൽ ഫിറോസിനെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻ ഒരു പോയിന്റ് പോലും വിടാതെ A to Z കാര്യങ്ങൾ എണ്ണിപ്പറക്കി ഓർഡറിൽ പറഞ്ഞു, മറന്നു പോയിട്ടില്ല. എനിക്ക് അവിടെയാണ് സജനയുടെ വാക്കുകളിൽ സംശയം തോന്നുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു വള്ളി പുള്ളി തെറ്റാണ്ട് ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്, അതെല്ലാം പറയുന്നത് ഫിറോസിനെ കുറിച്ചാണ് അലിഗേഷൻ പറയുന്നത്, ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നെയുള്ള സംസാരം മുഴുവൻ മറന്നുപോയി, അല്ലെ ഓർക്കുന്നില്ല, ഓർത്തെടുത്ത് പറയുന്നു. അതെനിക്ക് മനസ്സിലാവുന്നത്. സാധാരണ പഠിച്ചു വെച്ച ആൾക്കാരാണ് പഠിച്ച ഓർഡറും ഒന്ന് അങ്ങോട്ടോട്ട് മാറിക്കഴിഞ്ഞാൽ ഓർഡർ തെറ്റിപ്പോവും. അതുകൊണ്ട് പഠിച്ചതുപോലെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നത്. ഇനി അതിനുശേഷം ചോദ്യങ്ങൾ വരുമ്പോൾ പിന്നെ പഠിക്കുന്നില്ല. അപ്പോൾ ആലോചിച്ച് പറയുന്നു, ഓർത്തെടുത്ത് പറയുന്നു, ഡേറ്റ് മറന്നു പോകുന്നു. ഇതിപ്പോൾ 2-3 മാസം മുൻപുള്ള കാര്യം പോലും സജന മറന്നുപോയി. അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്ക് ഈ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ കുറേയധികം സംശയങ്ങൾ വന്നത്. സജന പറയുന്ന ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് കള്ളം എന്ന് കൺഫ്യൂഷൻ വരുന്നത്, ജനങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് അവിടെയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ പഴയ വീഡിയോ കൂടി കണ്ടിട്ടുണ്ടാവണം. പഴയ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതും ഇതും തമ്മിൽ ഒരേപോലെ അല്ലേ എന്നുള്ളത്. ഒരു ഓർഡർ പോലും മാറുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ജീവിതം വെച്ച് കളിക്കുന്ന കളികളെ ലൈഫ് വെച്ച് കളിക്കുന്നത്. 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും അതിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ആ കുട്ടികളോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ കുട്ടിയായിട്ട് കൂട്ടുകൂടരുത്, ഇതിൻ്റെ അമ്മ ഇങ്ങനെയാണ്, ഇതിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. 2 പേരും പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി. ഫിറോസിൻ്റെ പുതിയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആ കൊച്ചിനെ എനിക്ക് വിട്ടുതാ എന്നാ പറയുന്നത്. കൊച്ചിനെ വിട്ട് പറഞ്ഞാൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുന്ന അവർ പറഞ്ഞില്ല, ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനെ നിങ്ങളോട് വിടുമല്ലോ, ഒരു ആൺകുട്ടിയല്ലേ, നിങ്ങളോട് വിടാതിരിക്കുന്നില്ല. കാരണം ഒരു കുട്ടി അവർക്കുള്ളതുകൊണ്ട് ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരും. പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയിൽ മാത്രമേ ഉള്ളൂ. അതും സോഷ്യൽ മീഡിയയിൽ. കൂട്ടുകാരികളായിരുന്നവരെ കുറിച്ച് പറയുന്നു. ഇത് എന്ന് അവസാനിക്കും, എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ബാക്കിയേക്കാം 2-3 മാസം പോലും ആയിട്ടില്ല. ആ സമയത്ത് തന്നെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. 2-3 മാസം പോലും ആയിട്ടില്ല. എനിക്കറിഞ്ഞൂടെ, ഡേറ്റുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡേറ്റുകൾ ചിലപ്പോൾ ഏതെങ്കിലും പോസ്റ്റുകൾ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ വരുന്നത്, ഈ വോയിസ് റെക്കോർഡ് ഇടുന്നതും അതിന് മുന്നേ ആയിരുന്നു ഈ സാധനങ്ങളെല്ലാം ഇടുന്നതും. ഇത് അവരുടെ കയ്യിലുണ്ട്. ഇത് ദിയയ്ക്ക് ഇട്ട് കൊടുത്ത സാധനമല്ല, ഞാൻ ആൻമേരിക്ക് ഇട്ട് കൊടുത്ത സാധനമാണ്. ആൻമേരിയെ ദിയയ്ക്ക് ഇട്ട് കൊടുത്തത്. ഈ ദിയയാണ് എടുത്ത് മറ്റേ ഫിറോസിന് ഇട്ട് കൊടുത്തത്. കണ്ടല്ലോ, ഇഷ്ടത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തത് തെറ്റി, അയാളോട് പറയാതെ റെക്കോർഡ് ചെയ്തത് തെറ്റി. അതിനടുത്തൊരു കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം പോയി കഴിഞ്ഞാൽ
അത് പിന്നെ നമ്മുടെയിലല്ല, അത് പോയി. എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് ഉടക്കിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, അടുത്ത ആൾക്ക് കൊടുത്തു. അവിടെ നേരെ ഫിറോസിന്റെ വന്നു. റൂട്ട് മനസ്സിലായല്ലോ. ശരി, ബാക്കി പറ. അങ്ങനെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഇത് മാത്രമല്ല, ഞങ്ങൾ പല കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അതും പല കാര്യങ്ങളും ഫിറോസിന്റെ കയ്യിലെത്തിയെന്ന് പറഞ്ഞാൽ ഫിറോസിനെ, കാരണം ഈ സംഭവങ്ങൾ വന്നപ്പോൾ ഫിറോസ് മുക്കലും മൂലം ഞങ്ങളെക്കുറിച്ചുള്ള അലിഗേഷൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ സംഭവം വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം റസൂൽ പൂക്കുട്ടി ഞാനുമായിട്ട് എന്തോ ബന്ധമുള്ളത്, ഞങ്ങൾ ഫിറോസ് പിരിഞ്ഞിട്ട് പോകാൻ കാരണം, ഈ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ കാരണം റസൂൽ പൂക്കുട്ടിയാണ്. എന്തിനാണ് സത്യത്തിൽ ആ വാർത്ത അധികം സർക്കുലേഷനിൽ പോകാത്തൊരു വാർത്തയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ ആ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും ഏറ്റവും അവസാനം കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ പോലും അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞവർ ഈ പോസ്റ്റിൻ്റെ കാര്യം പറയുന്നത്, ആദ്യത്തെ പോസ്റ്റ്, അതായത് ഈ പോക്കിമോനും ഇവരുമായിട്ടുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യുന്നത് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. അതിനുശേഷം, അതായത് അത് കണ്ടത് ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവർ വന്നിട്ട് ലൈവിൽ, ഫേസ്ബുക്കിലാണെന്ന് ലൈവ് പോയിട്ട് അത് റിവീൽ ചെയ്തു. ആ ലൈവ് ഡിലീറ്റ് ചെയ്തു. പിന്നെയാണ് വന്നിരുന്ന് പറയുന്നത് എൻ്റെയും ഫിറോസ്കയുടെ ലൈഫിൽ മൂന്നാമതൊരാളില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നിട്ട് ഉണ്ടായ പ്രശ്നങ്ങളല്ല എന്നൊക്കെ ഇവർ പറയുന്നത്. അവിടെ മുതലാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു ഓൺലൈൻ മാധ്യമം ഒരു പോസ്റ്റ് ഇട്ടു, ആ സംഭവം അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇവർ ഇതിനെ ട്രിഗർ ചെയ്ത് പുറത്തിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ആദ്യം സജ്ന എന്ന് പറയുന്നു, ഈ പറയുന്ന മൂന്നാമതൊരാളില്ല എന്ന് പറയുന്നു. ഇപ്പുറത്ത് ഫിറോസ് പറയുന്നു മൂന്നാമതൊരാളുണ്ടെന്ന് പറയുന്നു, കർമ്മ തിരിച്ചടിക്കും, എത്ര ഓസ്കാർ കിട്ടിയാലും അത് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായ സംഭവം എന്താണെന്നുള്ളത്. അടുത്ത ദിവസം സജ്ന വന്നിട്ട് ഫിറോസ് ഇക്കാന്ന് തലേദിവസം പറഞ്ഞ സജ്ന പിറ്റേ ദിവസം ഫിറോസ് ഖാനെന്നാക്കി കുറേ അലിഗേഷൻസ്. അതിനകത്താണ് ഈ പറയുന്ന കിസ്സിങ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു, അത് അവസാനിച്ചു, കുറേ നാൾ ഒരു അനക്കമില്ലാണ്ട് പോയി. അപ്പോഴാണ് മറ്റേ ഫോട്ടോ വരുന്നത്, അതും സജ്നയുടെ പ്രൊഫൈലിലാണ്. ഇതൊക്കെ തുടങ്ങി വെക്കുന്നപ്പോൾ ആരാണ്? ബാക്കി പറ. ആവശ്യമില്ലാത്തൊരു അലിഗേഷൻ എടുത്തിരുന്നത് ഇതിനകത്ത് ഇപ്പൊ ഈ ഫിറോസ് ഈ വോയിസ് ക്ലിപ്പ് പുറത്ത് വിടാനുള്ള കാരണം അത് ശരിക്കും എന്താണ്? ചേട്ടാ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ അതെന്താണെന്ന്. അതിന് മുമ്പ് സജിനയുടെ വക ഒരു വീഡിയോ വന്നില്ലേ, 2 വീഡിയോ വലിയ അലിഗേഷൻ ഒക്കെ ഉന്നയിച്ചു. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഇടാനും അങ്ങനെ അലിഗേഷൻ ഉന്നയിക്കാനും എന്തൊരു കാരണമായോണ്ടാണെന്നുള്ളത്. കാരണം വെച്ചാൽ ചേട്ടാ, ഈ സമയത്ത് ഈ ഫോട്ടോസ് ലീക്കായ സമയത്ത് പുറത്ത് ആൾക്കാർ അലിഗേഷൻ തുടങ്ങി, ഞങ്ങൾ വലിച്ചിടാൻ തുടങ്ങി. ഫിറോസ് ഖാൻ അതിന് മുന്നേ ഫിറോസ് കുറേ വീഡിയോസ്, ഇക്കാൻ്റെ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലും വലിയ ആൾക്കാരുണ്ട്. മറ്റേ FT ഫയലൊക്കെ വരുന്ന സമയത്ത് FT ഫയൽ ഇട്ടേക്കുന്ന ഒരു കാര്യം ഈ പുള്ളിക്കാരനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരോട് പോയി ചോദിച്ചാൽ ഇയാൾക്ക് എന്താ, ഇയാൾ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരാളോട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നാണമുണ്ട് ഇത് പറയാൻ? ഈ പറയുന്ന നിങ്ങൾ പോയ ആൾ, അയാൾക്കൊരു ഫാമിലി ഇല്ലേ, അയാൾക്കൊരു ഭാര്യയില്ലേ, അവർ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി സുഖമില്ലാണ്ട് കിടക്കുകയാണെന്നേ ഉള്ളൂ, അവർ മരിച്ചു പോയിട്ടില്ലല്ലോ, അവർ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ പോകുമ്പോൾ ആ വ്യക്തിയുടെ, ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? അവർക്ക് 2 മക്കളില്ലേ, ആ കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഭയങ്കര പറയാറുണ്ടല്ലോ, മക്കളെക്കുറിച്ചാണ്, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കുട്ടികളില്ലേ, ആ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അതേക്കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിച്ചില്ല? അപ്പോൾ നമ്മളെല്ലാം പെർഫെക്റ്റ്. സമ്മതിക്കണം കേട്ടോ, തൊലിക്കെട്ടി സമ്മതിക്കണം. എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. ഞാൻ ഒരാളുടെ കൂടെ പോയുള്ളൂ, ഒരുപാട് പേരുടെ കൂടെ പോയില്ലല്ലോ. ലിസ്റ്റ് പുറത്ത് വന്നതല്ലേ, എത്ര പേരുടെ ലിസ്റ്റാ? അതായത് ഈ ഫിറോസ് ഇങ്ങനെ ചില സൂചനകൾ പുറത്ത് വിടാൻ തുടങ്ങിയപ്പോഴാണ് സജിന വീഡിയോ ആയിട്ട് പ്രതികരിച്ചത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ, കാരണം അതുവരെ ഞാൻ അതിന് മുന്നുള്ള ഏത് വീഡിയോ ചേട്ടൻ നോക്കിയോ ഞാൻ പുള്ളിയെക്കുറിച്ച് ഇച്ചി പോകുന്നു പറഞ്ഞ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാത്തത് എൻ്റെ കുഞ്ഞിനെ ബഹുമാനിച്ച് ഞാനാണ് അനുഭവിച്ചിട്ടുള്ളത് ലൈഫിൽ നിന്ന്, അല്ലാതെ പുള്ളിയല്ല അനുഭവിച്ചിട്ടുള്ളത്, ഫുള്ള് ഞാൻ അനുഭവിച്ചത്. അപ്പം ആ ഒരു പ്രശ്നം കാരണം മാത്രം കുറച്ചൊന്ന് മാറി നിൽക്കാന്നുള്ള രീതിയിൽ പുള്ളിയത് ഭയങ്കരമായിട്ട് പുള്ളി പ്രശ്നമൊന്നും വേണ്ട, കാരണം കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമല്ലേ, കുഞ്ഞിനല്ലേ ഇപ്പോൾ ബാധിക്കുന്നത്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വന്ന് പോസിറ്റീവായിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ഡിവോഴ്സ് ആവുന്നത് പറയുന്ന സമയത്ത് പോലും ഞാൻ പുള്ളിക്കാരടുത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞു 2 വർഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയെന്ന് ഞാൻ ആ വീഡിയോ അത് പറയുന്നുണ്ട്. ആൾക്കാർ ആ വീഡിയോ ഇട്ട സമയത്ത് ഞങ്ങൾ പിരിഞ്ഞത്, അങ്ങനെ സമയത്തുമല്ല ഞങ്ങൾ ഇട്ടത്, പിരിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഞാൻ പറയുന്നത് 1.5 വർഷമായിട്ടാണ് ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തികച്ച് ഞങ്ങൾ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, പുള്ളിയും എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിന്നിട്ടില്ല നമ്മൾ. പക്ഷേ ഈ ഒരു സാധനങ്ങൾ ഫിറോസ് ഖാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പം ഈ ഫോട്ടോ ലീക്കായപ്പം ആൾക്കാർ അങ്ങ് കയറി ഏറ്റെടുത്തു. ഈ ഫോട്ടോ ലീക്കാക്കിയതാണ് ഫിറോസ് ഖാൻ തന്നെ ഫുള്ള് ലീക്കാക്കി. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ? ആദ്യത്തെ ഫോട്ടോസ് അതൊന്നും പുള്ളിയല്ല, അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്ന് ഉറപ്പിച്ച് പറയോ, ലീക്കാക്കിയില്ലേ? അത് എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്, ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അത് ആദ്യത്തെ എങ്ങനെയുണ്ട്? ഇവർ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്, ഇവർ തന്നെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് വെക്കും. ഒരു ഫോട്ടോസ് അല്ല, ഫേസ്ബുക്കിൽ അത് ഒരു ചെറിയ ലൈവ് പോലത്തെ ഒരു സാധനം വന്ന് ഞാനത് ആ ഫോട്ടോസ് ഒന്നിങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ്. ആ സമയത്താണ് ഇത് ചെറുതായിട്ടൊരു സൂചന തന്നപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഫിറോസ് ഖാൻ അതെടുത്തിട്ട് ഫിറോസ് കുറേ ആൾക്കാരെ വിളിച്ചിട്ട്, ഫിറോസ് തന്നെയാണ് കുറച്ച് ആൾക്കാരെ വിളിച്ച് ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് അങ്ങനത്തെ ഒരു അലിഗേഷൻ പുള്ളി പറയാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഈ ആൾക്കാർ പറയുമ്പോൾ ഫിറോസ് ഖാൻ ഇവിടെ നിന്നുള്ള ആക്ഷൻ കർമ്മ വരും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പുള്ളി ഉള്ള സമയത്താണ് ഞാൻ പുള്ളിക്കാരനോട് പോയെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കാരണങ്ങൾ, കാരണം എന്നെ രക്ഷിച്ച, എന്നെ ലോകത്ത് എന്നെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അയാൾ, എന്നെ ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്നെ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, സജനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ അങ്ങേരാണ്. എൻ്റെ മക്കൾ ഇപ്പോഴും കഴിക്കുന്ന നല്ല രീതി എൻ്റെ
കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അതിന് കാരണം അങ്ങേരാണ്. കാരണം വർക്കില്ലാത്ത സമയത്ത് എന്നെ നോക്കിയൊരു മനുഷ്യനാണ്. എനിക്ക് അയാൾ എവിടെയും വലിച്ചു കീറാനോ ഒട്ടിക്കാനോ എനിക്കല്ലാതെ അയാൾ അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കൾക്കും എനിക്ക് ശിക്ഷ കിട്ടത്തുള്ളൂ. ആ ശിക്ഷയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ നിങ്ങൾക്ക് ദ്രോഹിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, ദ്രോഹിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യില്ലായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് അത് കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നെ അയാളെ ദ്രോഹിക്കാൻ ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തോന്നിയവാസമാണ്. മനസ്സിലായോ? ഒരാളുടെ കോള് അയാളുടെ പെർമിഷനിലാണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ തോന്നിയവാസമാണ്, ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ്. ആ വിശ്വാസവഞ്ചനയാണ് സജ്ന എന്ന് പറയുന്ന വ്യക്തി പൂക്കിമോനോട് കാണിച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്ന് പറയുന്നത് എനിക്ക് അയാൾ ദൈവമാണ്, എനിക്ക് അയാളെ ദ്രോഹിക്കാൻ താല്പര്യമില്ലായിരുന്നു, എനിക്ക് അയാളെ ദ്രോഹിക്കാൻ ഇഷ്ടമില്ല, ഞാൻ അത് ചെയ്തതിൻ്റെ ഫലം ഞാനും എൻ്റെ കുട്ടികളിൽ അനുഭവിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന പേരുദോഷം മുഴുവൻ അതിൻ്റെയൊക്കെ തന്നെയാണ്. ബാക്കി പറ. ഇത്രയും നല്ലൊരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നപ്പം ഇപ്പോൾ ശരിക്കും ഇദ്ദേഹം ഇത് പുറത്തു വിട്ടല്ലോ, ഫിറോസ് പുറത്തു വിട്ടു. അതേപോലെ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കാരണം പുള്ളി ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി ഏറ്റെടുക്കാനോ അങ്ങനെ അതിനെ പ്രതികരിക്കാനോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് നീ സംസാരിക്കാൻ പോകണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം പുള്ളിക്ക് ഇതിനകത്തുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി അങ്ങനെ താല്പര്യമില്ല. പുള്ളിക്ക് അതിന് കാരണം ഇതൊക്കെ പുള്ളി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് വിട്ടേക്ക്. പക്ഷേ ഈ വോയിസ് റെക്കോർഡ് വന്നപ്പോൾ ഭയങ്കര അതൊക്കെ നമ്മൾ അവിടെ നമ്മൾ അത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇക്കടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അയ്യേ, ഭാര്യ നിലവിലിരിക്കെ വേറൊരുത്തരോടെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും വേറൊരാളെ ഭർത്താവായിട്ട് ലീഗലി ഉള്ളപ്പോഴും വേറൊരുത്തൻ്റെ കൂടെ പോകുന്ന ഒരുത്തിയെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു. എന്തുതരം കുടുംബങ്ങളായത്? അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ചീഞ്ഞ കേസാണെന്ന് പറഞ്ഞത്. ചേട്ടാ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വന്ന് ഫിറോസ് ഖാന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് എന്നെ കുറേ അലിഗേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഫിറോസ് ഖാന്റെ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷം ഫിറോസ് ഖാൻ തെറ്റ് നിങ്ങൾ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളില്ല, അങ്ങനത്തെ ഒരാളില്ല, എന്തിനാ വെറുതെ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിടുന്നത്, ഞങ്ങൾ തമ്മിൽ ബന്ധമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അല്ലാണ്ട് ഞങ്ങൾക്കിടയിൽ, അതായത് എനിക്കും ഫിറോസിനും ഇടയിൽ അയാളാണ് ഇടപെട്ട് ഈ പ്രശ്നം വഷളാക്കി ഞങ്ങൾ തമ്മിൽ പിരിച്ചത് എന്ന് നിങ്ങൾ പറയരുത്, ഞാനും ആ വ്യക്തിയും തമ്മിൽ എന്തുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഫിറോസ് വന്നിട്ട് പറയുന്നത് കർമ്മ തിരിച്ചടിക്കും, കർമ്മയുണ്ട്, ഓസ്കാർ എന്നൊരു ഇതെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസമാണ് സജ്ന വന്നിട്ട് ഫിറോസിനെതിരെ ഒരു വലിയ വീഡിയോ ചെയ്യുന്നത്. കുറേ അധികം അലിഗേഷൻസ്, കുറേ വോയിസ് നോട്ട് കേട്ടതും അതും ഇതും. പക്ഷേ അതിനൊന്നും തെളിവുകൾ സജ്ന വെച്ചിട്ടില്ല. സജ്ന എല്ലാം നാവ് കൊണ്ട് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും തെളിവ് വെച്ചിട്ടില്ല. ഫിറോസ് വെച്ച എവിഡൻസിന് ഒരു സ്റ്റെപ്പ് കൂടുതൽ സജ്നയ്ക്ക് വെക്കാൻ പറ്റിയാൽ ജനങ്ങൾ സജ്നയുടെ കൂടെ നിൽക്കും. അതുവരെ ജനങ്ങളുടെ സപ്പോർട്ട് സജ്ന പ്രതീക്ഷിക്കാൻ വേണ്ട. അതിന് വേണ്ടിയാണ് ഈ പറയുന്ന പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കില്ല. അതൊരു നഗ്നമായ സത്യമാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ഫിറോസ് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 9 കാര്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. കാര്യം ഫിറോസിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, നിങ്ങൾ വെറുതെ പറയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അതിന് നിങ്ങൾ 2 മണിക്കൂറല്ല 5 മണിക്കൂറിൽ സംസാരിച്ചാലും തെളിവുകളില്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഇതെല്ലാം കൂടെ വന്നു. ഞാൻ ചോദിക്കട്ടെ, ആ വീഡിയോ വന്ന സമയത്ത് ഫിറോസ് ഖാൻ ഇട്ട ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു, അത് പുള്ളി മൊത്തം ഡിലീറ്റ് ചെയ്തു. ഞാനും എൻ്റെ പോസ്റ്റ് ലാസ്റ്റ് പുള്ളിക്കാരൻ ഇട്ട വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ പുള്ളി എന്നെ വിളിച്ച് കരയുമായിരുന്നു. സജ്ന നീ ഇങ്ങനെയുള്ള കാര്യം ആ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഈ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, എല്ലാ പോക്കറ്റും പണ്ടേ ഞാൻ അറിയുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിയുടെ എല്ലാ തെളിവ് സഹിതം എൻ്റെ കയ്യിൽ പല പെണ്ണുങ്ങളും എന്നെ വിളിച്ച് കരഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ അനുഭവിക്കണം. ഇതിന് മുന്നേ ഒരു കാര്യങ്ങൾ ഞാൻ വീട്ടുകാർക്ക് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ കുറച്ച് മോശമായിട്ട് പോകുന്നുണ്ട്, നോക്കിക്കോണേ. പിന്നെ ഒരു ബിഗ് ബോസിൽ ഒരു താരം ഒരു പെണ്ണുമായിട്ട് പോയി ദുബായിൽ പോയിട്ട് കുറച്ച്, ദുബായിലല്ല മുംബൈയിലോ ഡൽഹിയിലോ ഒന്നോട്ട് പോയിട്ട് കുറച്ച് അവിടെ പോയി കുറച്ച് ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് ഇവർ കടന്ന് റോഡിൽ കടന്ന് മേഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. കാരണം ഞാൻ എന്ത് ചെയ്താലും ഫിറോസ് ഖാനും അറിയായിരിക്കും, ഫിറോസ് എന്ത് ചെയ്താലും ഞാനും അറിയായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് പിന്നെ ഈ പുള്ളി ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, എന്ത് അഭിനയമായിരുന്നോ. എല്ലാം അഭിനയമായിരുന്നു വേണമെങ്കിൽ പറയാം. ഇവരുടെ ലൈഫേ ഒരു അഭിനയമാണ്. കുറേയധികം കാര്യങ്ങൾ ഇനിയും പറയുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു നടി ഏതോ പ്രൊഡ്യൂസറോട് 1.5 കോടി രൂപയോ 1 കോടി രൂപ എന്തോ ചോദിച്ചു മേടിച്ചു, 64 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഈ നടി എന്ന് പറയുന്ന ആളും ഈ ദിയാസനയൊക്കെ ഇവരുടെ കൂട്ടുകാരികളായിരുന്നു. അപ്പോൾ കൂട്ടുകാരികൾ ഇവർക്കെതിരെ തിരിഞ്ഞപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചത്. ഇനി ആ കൂട്ടുകാരിയുമായി ഇവർ തെറ്റാനുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ ആയിട്ട് ഇവർ അടുത്ത ഒരു വീഡിയോയിൽ വരാമെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല ഇത് എവിടെ കൊണ്ട് അവസാനിക്കും, എവിടെ കൊണ്ട് തീരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാര്യം ഇത്തരം ഫാമിലികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറമേ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വൈബാണെന്നൊക്കെ തോന്നും. പക്ഷെ അവരെ ഉള്ളിൽ പുകഞ്ഞ് നടക്കുമായിരിക്കും. പല റിലേഷൻസ്, പല ഇടപാടുകൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇടുമ്പോൾ ആൾക്കാർ സംസാരിക്കും, ആൾക്കാർ അഭിപ്രായം പറയും. പിന്നെ അവസാനം അഭിപ്രായം പറഞ്ഞവർക്ക് കുറ്റമാവും, ഇവരൊക്കെ നല്ല പിള്ളകളാവും. സജ്ന കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ദിയാസനയ്ക്കെതിരെ കേസ് കൊടുത്തെന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നത് ഫിറോസ് ആ വീഡിയോ വോയിസ് ഒക്കെ പുറത്തുവിടാൻ കാരണം മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ഫിറോസിനെതിരെയാണ് എന്ന് ഫിറോസിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഫിറോസ് അതൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. ഫിറോസ് അന്നത് ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ സജ്ന ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ കൊടുത്ത 2 ഇൻ്റർവ്യൂ ഫലമില്ലാതെ പോയി. എന്താണ് സജ്ന എന്നുള്ളത് എക്സാക്ട്
വെളിപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി, ഭർത്താവിനെ മെൻ്റലി തകർക്കാൻ വേണ്ടി ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അവന് ഒരു എഗ്രിമെൻ്റ് എഴുതി കൊടുക്കൂ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞത്. അത് ഇപ്പോൾ പറഞ്ഞത് സ്ക്രിപ്റ്റഡ് ആണ്, ഇയാളെ തകർക്കാൻ വേണ്ടിയാണ്, ഇയാളെ മെൻ്റലി വീഴ്ത്താൻ വേണ്ടി ചെയ്താണെന്ന് പറയുന്നു. ഇതൊക്കെ എന്തുതരം ന്യായീകരണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.